കഴിയാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോ പ്രജിത്ത് പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ട് ഇന്നത്തെ ക്ലാസ്. ശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അന്റെ സന്നിധിയിലും വചനം പഠിക്കുവാൻ തക്കണം ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഇന്ന് ശുശ്രൂഷ പാഠ ക്ലാസിന്റെ അനുഗ്രഹത്തിനുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ മസാറിനുണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് കൊടുത്ത എല്ലാ കൃപകൾക്കുമായി സ്തോത്രം. ഈ കോഴ്സ് പഠിക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സെമിനാരിക്കായി സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. എത്രത്തോളം ദൈവം നടത്തിയതിനായ സ്തോത്രം കൃപ പകർന്ന് വാങ്ങിക്കണം. പ്രാർത്ഥനയായിട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കൗൺസിലിംഗ് ക്ലാസ്സിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരു പ്രാവശ്യം കൂടി പ്രകാരം വചനം പഠിക്കാനായിട്ട് ദൈവം ഒരവസരം ഭൂമിയിൽ ദാനം ചെയ്തല്ലോ. അതിനായിട്ട് താല്പര്യത്തോടുകൂടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ ക്രൈസിസ് കൗൺസിലിംഗ് എന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതിനാധാരമായിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചു നിർത്തിയത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എവിടെയാണെന്നുള്ളത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പ്രധാന സ്റ്റെപ്സ് ഒക്കെ പ്രധാന സ്റ്റെപ്സ് ക്രൈസിസ് ഇന്റർവെൻഷന്റെ പ്രധാന സ്റ്റെപ്സ്. ക്രൈസിസ് ഇന്റർവെൻഷന്റെ പ്രധാന സ്റ്റെപ്സ് റിസ്ക് അസസ്മെന്റ് വരെ പറഞ്ഞു. അതെ, ഇനിഷ്യൽ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് വരെ പറഞ്ഞു. റിസ്ക് അസസ്മെന്റ് ഡെവലപ്പ് ആൻ ആക്ഷൻ പ്ലാൻ, ഫോളോ അപ്പ് റെഫറൽ. അത് കഴിഞ്ഞിട്ട് റിസ്ക് അസസ്മെന്റ് ആൻഡ് മാനേജ് അല്ലേ? അതിന്റെ ഡെഫിനിഷൻ മാത്രം. അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ. റിസ്ക് അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപകട സാധ്യത വിലയിരുത്തൽ എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനും വിലയിരുത്താനും വേണ്ടിയുള്ള പ്രക്രിയയാണ് ഈ അപകട സാധ്യത വിലയിരുത്തൽ അല്ലെങ്കിൽ റിസ്ക് അസസ്മെന്റ് മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെന്റൻസ് നിങ്ങൾ എഴുതിയായിരുന്നു എല്ലാവരും? ഒരു വ്യക്തിക്ക് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനും വിലയിരുത്താനും വേണ്ടിയുള്ള പ്രക്രിയയാണ് റിസ്ക് അസസ്മെന്റ് മാനേജ് അല്ലെങ്കിൽ അപകട സാധ്യത വിലയിരുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വിലയിരുത്തേണ്ട പ്രധാന മേഖലകളുണ്ട്. അപ്പോൾ റിസ്ക് അസസ്മെന്റിൽ വിലയിരുത്തേണ്ട അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യേണ്ട പ്രധാന മേഖലകൾ, അതിലൊന്നാമത്തത് സൂയിസൈഡൽ ഐഡിയേഷൻ, ആത്മഹത്യാ വിചാരങ്ങൾ. അപ്പോ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരു വ്യക്തി, ആത്മഹത്യാ ചിന്ത ഉള്ള ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞാൽ അത്തരക്കാരെ ട്രീറ്റ് ചെയ്യേണ്ട ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അസസ്മെന്റ് ഉണ്ട്. അത് നമ്മൾ പ്രത്യേകമായിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അവരോട് ചിലതരത്തിലുള്ള സെർട്ടൻ ക്വസ്റ്റ്യൻസ് എന്താ, അവർ ഈ ആത്മഹത്യ വിലയിരുത്താനായിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ടുള്ള ചില മേഖലകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ആത്മഹത്യ വിചാരങ്ങൾ, സൂയിസൈഡൽ ഐഡിയേഷൻ. അപ്പോൾ ഇതിൽ ചോദിക്കേണ്ടത്, നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. അപ്പോൾ കൗൺസിലറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആത്മഹത്യ പ്രേരണ ഉള്ള വ്യക്തിയുടെ തീവ്രത അല്ലെങ്കിൽ അവരധികമായിട്ട് മരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള തീവ്രത കുറയ്ക്കുക എന്നുള്ളതാണ്. വ്യക്തികളിൽ നിന്ന് ആ ഒരു ചിന്തയിൽ നിന്ന് മാറിപ്പോകാനായിട്ടുള്ള
സാധ്യത വരുത്തുകയാണ് അതിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പോൾ ഇത് നമ്മൾ ചോദിക്കുന്നത് അവരെ ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയല്ല, ആ ഒരു ചിന്ത അവരിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ രസകരമായ രീതിയിലും അവരോട് ചോദിക്കാം. അപ്പോൾ തന്നെ അവർ മനസ്സിലാക്കരുത്, അവരെ കളിയാക്കുന്ന രീതിയിൽ എന്ന് അവർ ചിന്തിക്കരുത്. ഓക്കെ. അപ്പോൾ ആത്മഹത്യ വിചാരങ്ങൾ, സൂയിസൈഡൽ ഐഡന്റിഫിക്കേഷൻ. രണ്ടാമത്തെ വിലയിരുത്തേണ്ട മേഖല എന്ന് പറയുന്നത് വയലന്റ് ബിഹേവിയർ, ഹിംസാത്മകമായ പെരുമാറ്റം. വയലന്റ് ബിഹേവിയർ, ഹിംസാത്മകത, ഹിംസാത്മകതമായ പെരുമാറ്റം എന്നുള്ളതാണ്. ഓക്കെ, വയലന്റ് ബിഹേവിയർ. അപ്പോൾ അതിന്റെയൊക്കെ മലയാളം പറയാനാണ് പാട്. ഓക്കെ, വയലന്റ് ബിഹേവിയർ, VIOLENT, വയലന്റ് ബിഹേവിയർ. അപ്പോ ഇത്തരത്തിൽ സ്വയം ജീവിതത്തെ അർത്ഥശൂന്യമായി കാണുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്ത മനസ്സിൽ വരുമ്പോൾ അവർ സ്വയം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരെ ആക്രമണോത്സകമായി അല്ലെങ്കിൽ ആക്രമണപരമായിട്ടുള്ള സമീപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോ അത്തരത്തിലുള്ള വ്യക്തികളോട് നമ്മൾ ചോദിക്കുക, മറ്റുള്ളവർക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആക്രമണപരമായ സമീപനം ഉണ്ടോ എന്നുള്ള ചിന്ത. അടുത്ത മൂന്നാമത്തെ മേഖല സീവിയർ മെന്റൽ ഇൽനസ്, ഭയാനക മാനസികാവസ്ഥ അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള മാനസിക അവസ്ഥ എന്നുള്ളതാണ് മെന്റൽ ഇൽനസ്, മാനസിക പ്രതിസന്ധി. എന്റെ ഇംഗ്ലീഷ് ഒന്നോട് പറഞ്ഞ സാറേ. സീവിയർ, SEVERE, സീവിയർ മെന്റൽ ഇൽനസ്, സീവിയർ മെന്റൽ ഇൽനസ്, ILLNESS, ഇൽനസ്. അപ്പോ ഭയാനകമായ മാനസിക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വയം ഹാം ഉണ്ടാകത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉള്ള ഒരു സമീപന മാനസികാവസ്ഥയിലാണോ എന്നുള്ളത് വിലയിരുത്തുക എന്നുള്ളതാണ് സീവിയർ മെന്റൽ ഇൽനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ ഒരുപക്ഷെ സ്വയബോധത്തോടുകൂടി ആയിരിക്കുകയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്ക് പോലും അറിയാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ സ്വന്തമായിട്ട് ശരീരത്തെ മുറിവേൽപ്പിക്കുക, അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ സ്വയബോധത്തോടുകൂടി ആയിരിക്കുകയില്ല. അത്തരം കാര്യങ്ങളെ വിലയിരുത്താനായിട്ട് സീവിയർ മെന്റൽ ഇൽനസ് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഇനി അടുത്തൊരു മേഖല എന്ന് പറയുന്നത് പതിവ് തിരിച്ചു വരുത്തലുള്ള പെരുമാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് റിസ്ക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ സ്വയം ഹാനി വരുത്താനായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് കീടനാശിനികളോ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ദുരുപയോഗം എന്നുള്ളതുകൊണ്ടാണ് റിപ്പീറ്റേറ്റീവ് റിസ്ക് ബിഹേവിയർ എന്നാ പറയുന്നത്. REPETITIVE, റിപ്പീറ്റേറ്റീവ് റിസ്ക് ബിഹേവിയർ, പതിവ് തിരിച്ചു വരുത്തലുള്ള പെരുമാറ്റങ്ങൾ. ഒരുപക്ഷെ മുമ്പ് ലഹരിക്ക് അടിമയായിരുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ദുർസ്വഭാവങ്ങൾക്ക് പെരുമാറ്റം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം നോർമലായി. പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ക്രൈസിസ് വീണ്ടും തന്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ വീണ്ടും അതിലേക്ക് ഒരു തിരിഞ്ഞുപോക്കാണ്. പതിവ് ചെയ്ത് വന്നിരുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു ഒളിച്ചോട്ടം. അപ്പോ ചില മദ്യപാനികളൊക്കെ രക്ഷിക്കപ്പെടും, അല്ലേ? രക്ഷിക്കപ്പെട്ട് വലിയ തീവ്രതയോടുകൂടെ നിൽക്കും. എന്നാൽ ഒരു സാഹചര്യം വരുമ്പോൾ വീണ്ടും അവർക്ക് ടെൻഷൻ വരുമ്പോൾ പഴുതിനേക്കാൾ കൂടുതൽ മദ്യപിക്കാനായിട്ട് കടന്നു പോകും, അല്ലേ? ആ ഒരു അവസ്ഥയാണ്, അതുപോലുള്ള ഒരു അവസ്ഥയാണ്. ഈ മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ മാനസിക നില തെറ്റിയ ഒരു വ്യക്തി ഒരു പരിധി വരെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലവത്താകും. പക്ഷേ ആ ഒരു പ്രത്യേക ടൈം വരുമ്പോൾ വീണ്ടും
ആ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ നെർവ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ടാണ്. വളരെ വിരളമായിട്ട് ആൾക്കാർക്ക് മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. പക്ഷേ നമ്മൾ മനഃശാസ്ത്രം തീർച്ചയായിട്ടും പഠിക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ഒരു എമൗണ്ട് ഓഫ് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ്, അല്ലേ? ചിലർക്ക് അത് കോപം വരുമ്പോൾ ഒത്തിരി ഉണ്ടാകും, അല്ലേ? ചിലർക്ക് സന്തോഷം വരുമ്പോൾ ഇമോഷൻ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയാതെ വരും, അല്ലേ? അപ്പോൾ ഒരു തരത്തിൽ മാനസിക വൈകല്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ടെന്നുള്ളതാണ്. അത് സെർട്ടൻ ലെവലില് അത് ആവശ്യമാണ്, അല്ലേ? പക്ഷെ അത് പതിവിലും അളവിലും കൂടിയാൽ മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ റെഫറൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ അതാണ്. ഇനി അഞ്ചാമത്തെ മേഖല എന്ന് പറയുന്നത്, അപകട സാധ്യത വിലയിരുത്താനായിട്ടുള്ള അഞ്ചാമത്തെ പ്രധാന മേഖല എന്ന് പറയുന്നത് പാസ്റ്റ് ഹിസ്റ്ററി, പൂർവാനുഭവങ്ങൾ പരിശോധിക്കുക. പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തകൾ മുമ്പും താങ്കളിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലത്തേക്ക് നമുക്ക് അവരെ കൊണ്ടുപോകാനായിട്ടിടയാകും. ഇങ്ങനെയുള്ള ചിന്തകൾ മുമ്പും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണോ? അങ്ങനെ ഉണ്ടാകാനായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മരിക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ എപ്പോഴെങ്കിലും വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടോ? എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ആ വ്യക്തിയുടെ പുറകിലേക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി, അവരുടെ പൂർവ്വകാല അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ 5 മേഖലകളാണ് അപകട സാധ്യത വിലയിരുത്താനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന 5 മേഖല. ഒന്ന്, ആത്മഹത്യ വിചാരങ്ങൾ എത്രത്തോളം വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളത്. 2, വയലന്റ് ബിഹേവിയർ എന്നാണ്, ഹിംസാത്മകത പെരുമാറ്റം. 3, സീവിയർ മെന്റൽ ഇൽനസ്, നിയന്ത്രണാതീതമായിട്ടുള്ള മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഭയാനക മാനസിക അവസ്ഥ വ്യക്തിയിലുണ്ടോ എന്നുള്ളതാണ്. പിന്നെ റിപ്പിറ്റേറ്റീവ് റിസ്ക് ബിഹേവിയർ, പതിവ് തിരിച്ചു വരുത്തലുള്ള പെരുമാറ്റങ്ങൾ, ലഹരി വസ്തുക്കളോടും മദ്യപാനാസക്തിയോടും മറ്റ് അസന്മാർഗതയിലേക്കുള്ള പോകാനായിട്ടുള്ള ഒരു പ്രേരണ, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത്. അടുത്ത 5-ാമത്തേതാണ് പാസ്റ്റ് ഹിസ്റ്ററി, പൂർവാനുഭവങ്ങളിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുക. ഇനി അടുത്ത് റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്, അപകട നിയന്ത്രണം. റിസ്ക് മാനേജ്മെന്റ്, അപകട നിയന്ത്രണം. ഇപ്പൊ റിസ്ക് മാനേജ്മെന്റ് എന്നത് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ അപകട സാധ്യത വിലയിരുത്തിയ അപകട സാധ്യതയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന പ്രായോഗിക നടപടികളാണ് അപകട നിയന്ത്രണം. ഞാൻ ഒന്നുകൂടെ പറയാം. റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ അപകട നിയന്ത്രണം, വിലയിരുത്തിയ അപകട സാധ്യതയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന പ്രായോഗിക നടപടികളാണ് അപകട നിയന്ത്രണം അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ,
അപ്പോൾ റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ അപകട നിയന്ത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിലയിരുത്തിയ അപകട സാധ്യതയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന പ്രായോഗിക നടപടികളാണ് അപകട നിയന്ത്രണം അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന പ്രായോഗിക നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ തുടർന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്ന് സേഫ്റ്റി പ്ലാനിങ്, സുരക്ഷാ പദ്ധതി. അപ്പോ ഈ ഇത്തരത്തിൽ ക്രൈസിസ് അല്ലെങ്കിൽ പ്രതിസന്ധി നേരിട്ട അല്ലെങ്കിൽ റിസ്ക് അസസ്മെന്റ് കഴിഞ്ഞ് റിസ്ക് മാനേജ്മെന്റിലേക്ക്, അപകട നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കാനായിട്ട് സ്വീകരിക്കുന്ന പ്രായോഗിക നടപടികളിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് സേഫ്റ്റി പ്ലാനിങ് അല്ലെങ്കിൽ സുരക്ഷാ പദ്ധതി. ഈ സേഫ്റ്റി പ്ലാനിങ് എന്നത് അല്ലെങ്കിൽ സുരക്ഷാ പദ്ധതി എന്നത് വിശ്വസനീയരായ ബന്ധുക്കളെ ബന്ധപ്പെട്ടിരിക്കുക. അപ്പോ ഏതൊരു കൗൺസിലിങ്ങും അതിൻ്റെതായ ധാർമ്മികതയുണ്ട്. നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച്, ഒന്ന് ആത്മഹത്യ ചിന്തയുള്ള ഒരു വ്യക്തിയും അപ്പോൾ തന്നെ കൊലപാതകങ്ങളോ മറ്റ് അതുപോലെ തത്തുല്യമായിട്ടുള്ള കാര്യങ്ങളോ ക്രൈമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു പരിഹാരത്തിന് വേണ്ടി കൗൺസിലിങ്ങിന് വന്ന വ്യക്തികളെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അറിയിക്കേണ്ടവരെ നമ്മൾ ഇൻഫോം ചെയ്തേക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി സംസാരിച്ചിട്ട് അവസാനമായിട്ട് നമ്മളോട് സംസാരിച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൈം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഫോൺ കോൾ ചെക്ക് ചെയ്യും അല്ലേ? ചെക്ക് ചെയ്യുമ്പോൾ അവസാനമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ നമ്മളായിരിക്കും അല്ലെ? അപ്പോ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ അവസാനമായിട്ട് സംസാരിച്ച വ്യക്തി പോയ സ്ഥലം, ഇതൊക്കെയാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ നമുക്കതിൽ നിന്ന് ഒന്ന് ഇതാകണമെങ്കിൽ ഇത്തരത്തിൽ കൗൺസിൽ ചെയ്യുന്ന വ്യക്തികളെ അത്രയും മാനേജ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മേക്കാൾ അറിയാവുന്ന മറ്റൊരു വ്യക്തിയെ റെഫറൽ ചെയ്യുക. അപ്പോൾ തന്നെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളോട് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഇത് ഒന്ന് അറിയിക്കുക. ഇത്തരത്തിലുള്ള ചിന്തകൾ ഈ വ്യക്തിക്കുണ്ട്, അതുകൊണ്ട് ഒരു സംരക്ഷണ പ്രത്യേക കെയർ അവർക്ക് നൽകണമെന്നുള്ളത്. അപ്പോൾ വിശ്വസനീയമായ ബന്ധുക്കളെ ബന്ധപ്പെട്ടിരിക്കുക, കോപ്പിംഗ് തന്ത്രങ്ങൾ, കോപ്പിംഗ് സ്ട്രാറ്റജീസ് അവർ നൽകുക. അപ്പോൾ തന്നെ എമർജൻസി ആയിട്ട് വിളിക്കേണ്ടുന്ന ഹെൽപ്പ് ലൈൻ നമ്പരൊക്കെ അവർക്ക് കൊടുത്തേക്ക്. അടിയന്തരമായിട്ട് സഹായം ലഭിക്കത്തക്ക വിധത്തിലുള്ള നമ്പറുകൾ, ഫോൺ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ, എമർജൻസി നമ്പറുകൾ അവർക്ക് നൽകുക. ആർക്കാണ്? ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിക്കല്ല, ആ വ്യക്തിയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളെ. ഏതെങ്കിലും കാരണവശാൽ ഈ വ്യക്തി എന്തെങ്കിലും കയ്യബദ്ധം ചെയ്തു കഴിഞ്ഞാൽ വേഗത്തിൽ അവരെ രക്ഷിക്കാനായിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതാണ് സേഫ്റ്റി പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സുരക്ഷാ പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രായോഗിക നടപടി എന്ന് പറയുന്നത് ഹോസ്പിറ്റലൈസേഷൻ എന്നതാണ്. അപ്പോ അവര് ആശുപത്രികൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകപ്പെടുന്ന സ്ഥലത്തേക്ക് അവരെ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ ഈ ആൽക്കഹോളിക് അനോണിമസ് AA എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട് അല്ലേ? ലഹരി പദാർത്ഥങ്ങളിലോ അല്ലെങ്കിൽ ആൽക്കഹോളിക് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികളെ, അത്തരത്തിലുള്ള വ്യക്തികളെ പാർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങും നിർദ്ദേശവും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ന് ഒത്തിരി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ അവരെ റെഫർ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ക്രമീകരണം ചെയ്യുക എന്നുള്ളതാണ്. ഭീഷണിയേറിയ സാഹചര്യമാണെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനും സംരക്ഷിക്കാനും ഒക്കെ ഉള്ള പ്രത്യേകം ട്രെയിനിങ് ലഭിച്ച വ്യക്തികളുണ്ട് അല്ലെ?
അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇവരെ കൂടുതൽ അവരുടേതായിട്ടുള്ള മനസ്സറിഞ്ഞ് ട്രീറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ അത്രയും ഭീഷണിയായിട്ടുള്ള വ്യക്തികളെ, റിസ്ക് ആയിട്ടുള്ള അപകട സാധ്യതയുള്ള വ്യക്തികളെ വേണമെങ്കിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതാണ് ഹോസ്പിറ്റലൈസേഷൻ. മൂന്നാമത്തത് മോണിറ്ററിങ്. നിരീക്ഷണം അല്ലെങ്കിൽ അവലംബം. നിരീക്ഷണം. മോണിറ്ററിങ്, MONITORING, മോണിറ്ററിങ്, നിരീക്ഷണം. അപ്പോ ഈ മോണിറ്ററിങ് അല്ലെങ്കിൽ നിരീക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ചിന്ത അല്ലെങ്കിൽ പ്രേരണയുള്ള വ്യക്തികളെ ഒറ്റയ്ക്ക് വിടാതെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പാർപ്പിക്കാതെ അവരെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് പ്രത്യേക വ്യക്തികളെ സജ്ജീകരിക്കാനായിട്ട് ബന്ധുക്കളോട് പറയുക എന്നുള്ളതാണ്. ദിനംപ്രതി നിരീക്ഷണം, കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്, പിന്നെ വീട്ടിലെ പിന്തുണ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിലും തോന്നുന്നു ഒരു ദേവദാസൻ നമ്മോട് പങ്കുവച്ചല്ലേ, ഒരു സിസ്റ്റർക്ക് നേരിട്ട പ്രതിസന്ധി. പക്ഷേ ആ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന എന്തോ കുഞ്ഞിന്റെ എന്തോ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സാഹചര്യം പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോ അത്തരത്തിലുള്ള വ്യക്തികളെ ഒറ്റയ്ക്ക് തനിച്ചിരുത്താൻ പാടില്ല എന്നുള്ളതാണ്. അവരോടൊപ്പം ഒരു സഹായം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പിന്തുണ അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം അവർക്ക് ഒത്തിരി ആശ്വാസമേകും. തന്നെ ഇരിക്കുമ്പോൾ ഒത്തിരി നിഷേധാത്മകമായ ചിന്തകൾ വരികയും അവരെ കൂടുതൽ അപകടത്തിലേക്ക്, റിസ്കിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ടാണ് മോണിറ്ററിങ്, ദിനംപ്രതി നിരീക്ഷണം, അത് കമ്മ്യൂണിറ്റി മാനേജ്മെന്റിലൂടെ വീട്ടിലെ പിന്തുണ ഒക്കെ ചെയ്യാനായിട്ട് കഴിയും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റഫറൽ എന്നാണ്. REFERRAL. അപ്പോ ഇത്തരത്തിൽ പഠനം കൈവരിച്ചിട്ടുള്ള വ്യക്തികളാണ് സൈക്യാട്രിസ്റ്റ് അല്ലെ, മനഃശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധന്മാർ. പിന്നെ കൺസൾട്ടിങ് റീഹാബിലേഷൻ സെന്റർ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇത്തരം സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളവരാണ്. അങ്ങനെ അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ നടപടി എന്ന് പറയുന്നത് ഡോക്യുമെന്റേഷൻ, രേഖപ്പെടുത്തൽ എന്നുള്ളതാണ്. ഡോക്യുമെന്റേഷൻ. അപ്പോ ഇത്തരത്തിൽ കൗൺസിലിംഗ് ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ രേഖകളും, എപ്പോ വന്നു, എത്ര സമയം സംസാരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ള ഒരു രേഖ, തെളിവുകൾ നമ്മൾ സ്വീകരിക്കുകയും എല്ലാ നിബന്ധനകളും വിലയിരുത്തലും തീരുമാനങ്ങളും അതിൽ രേഖപ്പെടുത്തുകയും നിയമപരമായും മറ്റും ഇത് നിർണായകമായിട്ടുള്ള തെളിവുകളാണ്. ഓക്കെ. അപ്പോൾ അത്രയും നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ട്രൗമ ഇൻഫോംഡ് കെയർ. സംവേദന. ഓക്കെ, സ്പെല്ലിംഗ് പറയാം. ഓക്കെ. TRAUMA ട്രൗമ ഇൻഫോംഡ്, INFORMED, ഇൻഫോംഡ് കെയർ.
ഓക്കെ, ട്രോമ ഇൻഫോംഡ് കെയർ എന്നത് സംവേദനപരവും സംരക്ഷണപരവുമായ ഒരു പരിചരണ രീതിയാണ്. സംവേദനപരവും സംരക്ഷണപരവുമായ രണ്ട് വാക്കുകളാണ്. സംവേദനപരവും സംരക്ഷണപരവുമായ ഒരു പരിചരണ രീതിയാണ് ഈ ട്രോമ ഇൻഫോംഡ് കെയർ. ഓക്കെ, ഇത് ആളുകൾ നേരിട്ടിട്ടുള്ള മാനസികവും ശാരീരികവുമായ ആഘാതങ്ങൾ, ട്രോമ ആഘാതങ്ങൾ തിരിച്ചറിയുകയും അതിന്റെ പശ്ചാത്തലത്തിൽ സഹാനുഭൂതിയോടെ ഇടപെടുകയും ചെയ്യുന്നതാണ് ട്രോമ ഇൻഫോംഡ് കെയർ എന്ന് പറയുന്നത്. വ്യക്തികൾ നേരിട്ടിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ആഘാതങ്ങൾ, ട്രോമ എക്സ്പീരിയൻസ്, ആഘാതങ്ങൾ അത് തിരിച്ചറിയുകയും അതിന്റെ പശ്ചാത്തലത്തിൽ സഹാനുഭൂതിയോടെ ഇടപെടുകയും ചെയ്യുന്നതാണ് ട്രോമ ഇൻഫോംഡ് കെയർ എന്നതുകൊണ്ട്. അപ്പോ ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമ ഇൻഫോംഡ് കെയർ എന്നത് ഒരു വ്യക്തിയുടെ പൂർവ്വ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങൾ, അത് ചിലപ്പോ വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം. ചിലപ്പോൾ അവർക്ക് ട്രൗമയായിട്ട് അവരുടെ ഉള്ളിൽ അഗാധ ഭയമായിട്ട്, ആഘാതമായിട്ട് അവരിൽ ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോ കുട്ടിക്കാലത്ത് നേരിട്ട എന്തെങ്കിലും ദുരനുഭവങ്ങളായിരിക്കാം. മറ്റുള്ളവർ വഴക്ക് കൂടുന്നതോ തല്ലുകൂടുന്നതോ അല്ലെങ്കിൽ പീഡനങ്ങളോ ഏതെങ്കിലും ആക്സിഡന്റ് നേരിട്ട് അപകടം കാണാനുണ്ടായ സാഹചര്യമോ ഇതുപോലുള്ള ആഘാത അനുഭവങ്ങൾ അവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നതായി കണക്കിലെടുത്ത് അവരെ എന്ത് ചെയ്യും, ദോഷമല്ലാത്തവരെ കാണുകയും സുരക്ഷയും ആത്മഗൗരവവും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ട്രോമ ഇൻഫോംഡ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അത് പറയാം. അപ്പോ ഒരു വ്യക്തിയുടെ അവർക്ക് അഗാധമായിട്ട് അല്ലെങ്കിൽ അത് ചിലപ്പോൾ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പോ സംഭവിച്ചതോ അല്ലെങ്കിൽ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് അഗാധമായിട്ടുള്ള ആഘാതം അല്ലെങ്കിൽ മുറിവുകൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അത്തരത്തിൽ ഉള്ള ചിന്തകൾ അവർ വളർന്ന ശേഷവും അവരുടെ ജീവിതത്തിൽ ബാധിക്കുകയാണെങ്കിൽ അത് ആ ട്രൗമ എക്സ്പീരിയൻസ് അത് അവരിൽ നിന്ന് മാറ്റണം, അല്ലെ? മാറ്റാനായിട്ട് കൗൺസിലർ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസിലേക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററിയിലേക്ക്, പഴയ കാല ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. എന്തെങ്കിലും ദുരനുഭവങ്ങൾ, ഇപ്പോ അകാരണമായിട്ടുള്ള ഭയം കുഞ്ഞുങ്ങൾക്ക്, ഫോബിയ, അല്ലെ? ചില കുഞ്ഞുങ്ങൾക്ക് ഇരുട്ടിന്റെ ഭയമാണ്. അത് മുതിർന്നവർക്കും ചിലർക്കൊക്കെ ഉള്ളതായിട്ട് എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുട്ടായി കഴിഞ്ഞാൽ അവർ ഭയമാണ്. ഒരു സ്വന്തം വീട്ടിൽ തന്നെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തികളുണ്ട്, അല്ലേ? അപ്പോ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് അകാരണമായിട്ടുള്ള ഭയം എങ്ങനെയോ അവരെ ബാധിച്ച് എന്നുള്ളതാണ്. ചിലർക്ക് ബ്ലഡ് കണ്ടാൽ ഭയമാണ്, അല്ലെ? ചിലർക്ക് ഹൈറ്റിന് ഭയമാണ്. ഒത്തിരി പൊക്കത്തിൽ അല്ലെങ്കിൽ ഒത്തിരി ബിൽഡിങ്ങിന്റെ സ്റ്റെപ്സ് എല്ലാം കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ അവരെ കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. വ്യത്യസ്തമായിട്ടുള്ള ഭയങ്ങൾ ഓരോ വ്യക്തികളുടെ മേലുണ്ട്. അത് അകാരണമായിട്ട് അല്ലെങ്കിൽ അത് ട്രൗമയായിട്ട് തീരുമ്പോഴാണ് അവർക്ക് ട്രീറ്റ്മെന്റ് അത് റിസ്ക് ഫാക്ടറായിട്ട് വരാനായിട്ട് സാധ്യത ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ട്രൗമ ഇൻഫോംഡ് കെയർ അല്ലെങ്കിൽ ആഘാത സുരക്ഷ
സംരക്ഷണ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പൂർവ്വ ജീവിതത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ ഉണ്ടായ കാരണങ്ങൾ, അത് അപകടമായിരിക്കാം, മറ്റ് അതിക്രമങ്ങളായിരിക്കാം, പീഡനങ്ങളായിരിക്കാം, തല്ലോ അല്ലെങ്കിൽ അപകട സാധ്യതകളോ, അത്തരത്തിലുള്ള ആഘാത അനുഭവങ്ങൾ അവരുടെ ഇപ്പോഴത്തെ ദൈനംദിന ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ദോഷങ്ങളെ ദോഷമല്ലാത്ത രീതിയിൽ കാണുകയും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ട്രോമ ഇൻഫോംഡ് കെയർ എന്നുള്ളത് ഒരു സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ചില ആധികാരിക വിവരണങ്ങൾ, കീ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രോമ ഇൻഫോംഡ് കെയർ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ പഠിക്കും ചില പോയിന്റുകൾ. ഓക്കെ, കീ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രോമ ഇൻഫോംഡ് കെയർ. അതിലും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്, സുരക്ഷയാണ്. അപ്പോൾ ഇതില് കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലർക്കും കൗൺസിലിക്കും ശാരീരികവും മാനസികവുമായ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ദുരനുഭവങ്ങൾ നേരിട്ട ഒരു വ്യക്തിക്ക് പല കാരണങ്ങൾ കാണുമ്പോൾ അത് ഭയമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഞ്ചക്ഷനെ പേടിയുള്ള, ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയുള്ള കുഞ്ഞ് ഉണ്ടെങ്കിൽ നേഴ്സുമാരെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡോക്ടർമാരെ ആശുപത്രിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ശരീരത്തിൽ വിറയലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള സിംറ്റംസ് വെളിപ്പെടാനായിട്ട് കഴിയും. എൻ്റെ കൂടെ കൗൺസിലിങ്ങിന് പഠിച്ച എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു അസുഖം വന്നപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിയുടെ അസുഖം കൂടി ഒത്തിരി പുള്ളി അങ്ങ് ഷവർ ചെയ്യാണ്. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ എനിക്ക് നേഴ്സുമാരെ പേടിയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ നേഴ്സുമാരല്ലേ യഥാർത്ഥത്തിൽ പേടി, ഇഞ്ചക്ഷനെയാണ്. അപ്പോൾ കുഞ്ഞിലെ എങ്ങാണ്ടോ പുള്ളി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇഞ്ചക്ഷൻ ഒത്തിരി അത് വേദന ഉണ്ടാക്കി, അത് ഒത്തിരി നാള് ആ ഇഞ്ചക്ഷന്റെ സൈഡ് എഫക്റ്റ് തനിക്ക് ഉണ്ടായിരുന്നു പോയി. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ തനിക്ക് പേടിയാണ്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ ദൈനംദിന ജീവിതത്തെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ടുന്ന സുരക്ഷയും ഗൗരവവും ഉറപ്പുവരുത്തുന്ന രീതിയാണ് ട്രോമ ഇൻഫോംഡ് കെയർ എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സേഫ്റ്റിയാണ് കീ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രോമ ഇൻഫോംഡ് കെയർ, ആധികാരികത വിവരണം. സേഫ്റ്റി, കൗൺസിലർക്കും കൗൺസിലിക്കും ശാരീരികവും മാനസികമായ സുരക്ഷ ഉറപ്പാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വർത്തിനെസ് ആൻഡ് ട്രാൻസ്പെറൻസി, വിശ്വാസ്യതയും തുറന്നതായ സമീപനവും. ട്രസ്റ്റ് വർത്തിനെസ് ആൻഡ് ട്രാൻസ്പെറൻസി, വിശ്വാസ്യതയും തുറന്ന സമീപനവും. ട്രസ്റ്റ് വർത്തിനെസ് സ്പെല്ലിംഗ് ആവശ്യമാണോ? ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാം. TRUSTWORTHINESS, trustworthiness and transparency, TRANSPARENCY, transparency. ഓക്കെ, വിശ്വാസ്യതയും തുറന്ന സമീപനവും എന്നത് ഇടപെടലുകൾ വ്യക്തതയോടെ നടത്തുക, നയങ്ങളും നടപടികളും മുന്നറിയിപ്പോടെയാണ് ചെയ്യേണ്ടത്. അപ്പോ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് നമ്മൾ കൗൺസിലിംഗ് ചെയ്യാൻ പോകുന്ന മെത്തേഡും അതിന്റെ തിയറിയും ഒക്കെ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്. ഒരു നല്ലൊരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പറേഷന് വിധേയമായിട്ടുള്ള ഒരു വ്യക്തിയെ ആദ്യം അവരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വ്യക്തിക്ക് താങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള കരുത്തുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാകും ആ ട്രീറ്റ്മെന്റ് രീതികളെ കുറിച്ച് പറയുന്നത് അല്ലേ. അല്ലാത്ത പക്ഷം ആരെയും ബൈസ്റ്റാൻഡേർഡിനോട് കാര്യങ്ങൾ പറയും അല്ലേ, ഇന്ന കാര്യങ്ങളാണ്, ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്, അതിന് നിങ്ങൾക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അതിന് പറ്റുമോ, നമുക്ക് ഈ കാര്യങ്ങൾ ഈ വ്യക്തിയോട് തുറന്നു പറയാൻ പറ്റുമോ എന്ന് പറയും അല്ലേ. അപ്പോ ഒന്നുകിൽ രോഗിയോട് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേർഡിനോട് ഡോക്ടേഴ്സ് രോഗത്തിന്റെ വിവരണം വ്യക്തമായിട്ട് പറയും അല്ലേ. മറ്റ് ആരും ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള ജനറൽ ആൻസർ മാത്രമേ പറയുള്ളൂ. പക്ഷെ പറയേണ്ട ഒരാളോട് മാത്രമേ ഡോക്ടർ എല്ലാം വ്യക്തതയോടെ പറയുള്ളൂ അല്ലേ. അതുപോലെ ഇത്തരത്തിൽ കൗൺസിലിങ്ങിന് വരുന്ന കൗൺസിലിങ്ങോട് തുറന്ന സമീപനവും അത് അവർ നമ്മളെ വളരെ വിശ്വാസ്യതയോടുകൂടെ സമീപിക്കുമ്പോൾ അങ്ങോട്ടും നമ്മൾ വിശ്വാസ്യതയോടും ട്രാൻസ്പെറൻസിയോടും തുറന്ന സമീപന രീതി ആയിരിക്കണം അവർക്ക് നൽകേണ്ടത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പിയർ സപ്പോർട്ട്, സഹയാത്രികരുടെ പിന്തുണ. പിയർ സപ്പോർട്ട്, PERSUPPORT, പിയർ സപ്പോർട്ട്, സഹയാത്രികരുടെ പിന്തുണ. അപ്പോ ഇത് പിയർ സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള വ്യക്തികൾ, ഇതേ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത്തരത്തിലുള്ള വ്യക്തികളോട് പറയുമ്പോൾ അവർക്ക് രണ്ട് കാര്യം മനസ്സിലാവും. ഒന്ന്, എനിക്ക് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടത്, എനിക്ക് മുമ്പും മറ്റൊരാൾക്ക് ഇന്നേതുള്ള വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് അവർ ഓവർകം ചെയ്തു എന്നുള്ള അവരുടെ അനുഭവം പറയുമ്പോൾ ഈ വ്യക്തി മനസ്സിലാവും, ഓക്കെ, ഈ ഒരു പ്രശ്നത്തിന് എനിക്ക് സൊല്യൂഷൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ചിന്ത വന്നിട്ട് അവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. അതാണ് സമാന അനുഭവം ഉള്ളവരിൽ നിന്ന് പിന്തുണ ലഭ്യമാക്കുക എന്നതാണ് പിയർ സപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കീ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രോമ ഇൻഫോർംഡ് കെയർ, കൊളാബറേഷൻ ആൻഡ് മ്യൂച്വാലിറ്റി, ഏകോപനം. സംരക്ഷണം നൽകുന്നവർക്കും സ്വീകരിക്കുന്നവരും ഒരു ടീമായി പ്രവർത്തിക്കുക എന്നുള്ളത്. കൊളാബറേഷൻ ആൻഡ് മ്യൂച്വാലിറ്റി, MUTUALITY, മ്യൂച്വാലിറ്റി, കൊളാബറേഷൻ ആൻഡ് മ്യൂച്വാലിറ്റി. ഓക്കെ, കൊളാബറേഷൻ ആൻഡ് മ്യൂച്വാലിറ്റി, ഏകോപനം. ഇത് സംരക്ഷണം നൽകുന്നവർക്കും സംരക്ഷണം നൽകുന്നവരും സ്വീകരിക്കുന്നവരും ഒരു ടീമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പരസ്പരം ഒരു മനസ്സിലാക്കലിലൂടെ, അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ, മ്യൂച്വൽ ഓടുകൂടെ, ഏകോപനത്തോടുകൂടെ പ്രവർത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് വെറും ഒരു വ്യക്തിയെ നമ്മൾ തിയറി പറയുക മാത്രമല്ല, അവർ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള ചിന്തയോടുകൂടെ തന്നെ പ്രവർത്തിക്കുക, ടീമായി തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കൊലാബറേഷൻ ആൻഡ് മ്യൂച്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എംപവർമെന്റ്, വോയിസ് ആൻഡ് ചോയ്സ്, ശക്തീകരണവും സ്വാതന്ത്ര്യവും. എംപവർമെന്റ്, EMPOWERMENT, എംപവർമെന്റ്. ശക്തീകരണവും സ്വാതന്ത്ര്യവും. അപ്പോൾ ഈ എംപവർമെന്റ് എന്ന് പറയുന്നത് അവരുടെ ഈ ക്ലയന്റിന്റെ അല്ലെങ്കിൽ കൗൺസിലിയുടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്, അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് ക്ലയന്റ് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള അവസരം, പങ്കാളിത്തം നൽകുക എന്നുള്ളത്, അവരുടെ കഴിവുകൾ പരമാവധി ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രോമ എക്സ്പീരിയൻസിൽ
താങ്കൾ ഇതിൽ എന്തെങ്കിലും പരിഹാരം മാർഗം കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? കൗൺസിലർ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കാണാം. പക്ഷേ ആ സൊല്യൂഷൻസ് ക്ലയന്റുമായിട്ടുള്ള ബന്ധത്തിൽ അത് അവരുടേതായിട്ടും കൂടെയുള്ള ചോയ്സ് ആണോ എന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ ചിലപ്പോൾ അവർ കൺഫ്യൂഷൻ ആയിരിക്കും, ഡൗട്ട് ആയിരിക്കും, അവർ സംശയത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചിന്തിക്കുന്നവർക്ക് ഒരു സപ്പോർട്ട് നമ്മൾ നൽകുമ്പോൾ, ഓക്കെ, ഇന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പെരുമാറിയാൽ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലുള്ള ഒരു സൊല്യൂഷൻ ലഭിക്കും എന്ന് വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അവരും കൂടെ എടുക്കുന്ന തീരുമാനം ആയിരിക്കണം. അല്ലാത്ത പക്ഷം വീണ്ടും പ്രതിസന്ധി വരുമ്പോൾ പഴയതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ട്രൗമ അവർ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ 5 കാര്യങ്ങളാണ് കീ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൗമ ഇൻഫോംഡ് കെയർ, ആധികാരിക വിവരണം എന്ന് ഉദ്ദേശിക്കുന്നത്. 1 സേഫ്റ്റി, 2 ട്രസ്റ്റ്വർത്തിനെസ് ആൻഡ് ട്രാൻസ്പെറൻസി, 3 പീർ സപ്പോർട്ട്, സഹയാത്രികളുടെ പിന്തുണ, 4 കൊലാബറേഷൻ ആൻഡ് മ്യൂച്വാലിറ്റി, 5th one is എംപവർമെന്റ്. ഇനി ട്രൗമ ഇൻഫോംഡ് അപ്രോച്ച് എവിടെയെല്ലാം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ സംരക്ഷണ ആഘാതം നേരിട്ട ക്ലയന്റിന് നമുക്ക് നൽകാനായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഒന്ന്, കൗൺസിലിംഗ് സെന്ററുകളിലാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് പ്രത്യേക അറ്റ്മോസ്ഫിയർ ആവശ്യമാണ്. കൗൺസിലിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ ആവശ്യമാണ്. 2, സ്കൂളുകളിൽ, കോളേജുകളിൽ അതൊരു സെമിനാറായിട്ടോ അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പായിട്ടുള്ള വ്യക്തികൾക്ക് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമോ ഇങ്ങനെ ടൈം ടു ടൈം അവര് കാണുകയും അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. പിന്നെ അടുത്ത ഒരു സാഹചര്യമാണ് ഹോസ്പിറ്റലുകൾ, ആശുപത്രികളിൽ. ഇന്ന് മിക്ക ആശുപത്രികളിലും ഓഫീസുകളിലും ഒരു കൗൺസിലർ പോസ്റ്റ് ഉണ്ടല്ലേ, കൗൺസിലിംഗ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലെ കൗൺസിലർ നിയന്ത്രിക്കുന്നത്? അപ്പോ അല്ലെങ്കിൽ ഓപ്പറേഷൻ വിധേയരായിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം. മാരക രോഗങ്ങൾ അറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥയെ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് വ്യക്തിയെ സഹായിക്കാനായിട്ട് അവരെ സഹായിക്കാനായിട്ടാണ് ആശുപത്രി ക്ലിനിക്കൽ സൈക്കോളജി എന്നൊക്കെ പറയും അല്ലെ, അങ്ങനെ അത്തരത്തിലുള്ളവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഓഫീസിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ വർക്ക് പ്രഷർ അല്ലെ, മാനേജ്മെന്റിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ കേൾക്കാനും അതിൽ നിന്നൊരു പരിഹാര മാർഗം കണ്ടെത്താനായിട്ട് സഹായിക്കാനായിട്ടാണ് ഓഫീസുകളിൽ കൗൺസിലിംഗ്. സ്കൂളുകളിലും കൗൺസിലിംഗ് ഉണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാനസികവും വൈകാരികവും ആയിട്ടുള്ള പ്രയാസങ്ങളെ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ ഒരു അധ്യാപകന് ക്ലാസ് റൂമിൽ പരിമിതികളുണ്ട്. 30 40 അല്ലെങ്കിൽ 25 കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പൊ അത്തരം കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പരിചരണം നൽകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ കൗൺസിലർമാരെ നിയമിക്കുന്നത്. ഇനി ഓക്കെ, അപ്പോൾ തന്നെ ഇപ്പോൾ ഗവൺമെന്റും ഇത്തരത്തിലുള്ള പ്രക്രിയകൾ തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. ഓരോ വാർഡിനും കൗൺസിലേഴ്സ്മാരെ നിയമിക്കുകയാണ്. ആ വാർഡിലുള്ള വൈകല്യമുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും കെയറും നൽകാനായിട്ട് വാർഡ് ബേസിലും ചെയ്യണം. അപ്പോൾ ഇപ്പൊ ചർച്ചുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. ഇപ്പോൾ മെഗാ ചർച്ചുകളിൽ സീനിയർ പാസ്റ്റർ ഉണ്ട്, യൂത്ത് പാസ്റ്റർ ഉണ്ട്, കൗൺസിലിങ്ങിന് പ്രത്യേക ഒരു പോസ്റ്റും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ കൗൺസിലിംഗ് പഠിക്കുന്നവർക്കൊരു സന്തോഷ വാർത്തയാണ്. നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ സേവനം ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് ഒത്തിരി ബിസി ആയിട്ടുള്ള സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ
ആൾക്കാർക്ക് പരസ്പരം കേൾക്കാനായിട്ടുള്ള സമയമില്ല അല്ലേ? നമ്മൾ പറഞ്ഞു പോകുന്നു, പറയാനായിട്ട് നമ്മൾ വെമ്പൽ കൊള്ളുന്നു, പക്ഷെ ആർക്കും ആരെയും കേൾക്കാനായിട്ട് ഉള്ള സമയമില്ല അല്ലേ? എന്തിനേറെ ഭക്ഷണം പോലും കഴിക്കുന്ന നമ്മൾ യാത്രയ്ക്ക് നടുവിലാണ് കഴിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? സംസാരിക്കുന്നത്, പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് വാഹനം ഓടിക്കുമ്പോഴാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? നമുക്ക് ഇരുന്നൊന്ന് സംസാരിക്കാനായിട്ടൊന്നും ടൈം ഇല്ല, അത്രയ്ക്കും നമ്മൾ അത് മാനേജ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഓക്കെ, അത്രയും കാര്യങ്ങളാണ് കീ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രോമ ഇൻഫോംഡ് കെയർ. ഇനി ഓക്കെ, ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൗൺസിലിംഗ് സെന്ററുകൾ, 2 സ്കൂളുകൾ, കോളേജുകൾ, 3 ഹോസ്പിറ്റലുകൾ, 4 തടവ് ശാലകൾ അല്ലെങ്കിൽ പ്രിസൺസ്, ജയിലുകളിലും കൗൺസിലേഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ അക്രമങ്ങൾ ചെയ്യുന്നത് ഈ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അല്ലേ? അറിയാതെ പറ്റിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അവർ കുറ്റവാളികളായി പോകുന്നതാണ്. അപ്പൊ അവരെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ കുറ്റം ചെയ്യാനായിട്ടുണ്ടായ സാഹചര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറ്റം ചെയ്ത വ്യക്തിയെ നമ്മൾ സഡനായിട്ട് ഹോസ്പിറ്റലിലോ അല്ല ജയിലിലോ അല്ലെങ്കിൽ മറ്റിതര സ്ഥലങ്ങളിലോ ഒക്കെ ആക്കാനായിട്ട് ഉണ്ട്. പക്ഷെ അവരെ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോ അതുപോലെ തന്നെ ഈ സ്വയാശ്രയ സമിതികൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും കൗൺസിലേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനും ഒത്തിരി സമീപന രീതികളുണ്ട്. ഓക്കെ, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ മാത്രം അത് മനസ്സിലാക്കിയാൽ മതി. അതല്ല, ഓക്കെ, ശരി. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ട്രൗമ എന്നുള്ളതാണ്. ഓക്കെ, ട്രൗമ എന്ന് നമ്മൾ കുറെ സമയം കൊണ്ട് കേൾക്കുകയാണ്. അപ്പോൾ എന്താണ് ട്രൗമ എന്നുള്ളത്, അല്ലെങ്കിൽ ആഘാതം എന്നുള്ളത് നോക്കാം. ട്രൗമ എന്നത് ഒരാളുടെ ശരീരത്തെയും മനസ്സിനെയും ഏറെ ബാധിക്കുന്ന ഒരു അതിശക്തമായ അനുഭവമാണ്. ഓക്കെ, ട്രൗമ എന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ഏറെ ബാധിക്കുന്ന ഒരു അതിശക്തമായ അനുഭവമാണ്. ആ അനുഭവം അപകടം, പ്രകൃതി ദുരന്തം, പീഡനം, ഓക്കെ, ഹിംസ, മരണ വാർത്ത തുടങ്ങിയ അനുഭവങ്ങൾ ട്രോമയിലേക്ക് നയിക്കാം. ഒരു വ്യക്തിയെ ആഘാതത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് പെട്ടെന്നുണ്ടാകുന്ന, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, അപകടം, പ്രകൃതി ദുരന്തങ്ങൾ, മറ്റ് പീഡനങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാട്. ഇതൊക്കെ ആഘാതം സൃഷ്ടിക്കുന്ന അനുഭവമാണ് ട്രൗമ എന്നത്. അപ്പോൾ ട്രൗമയുടെ സ്വാധീനം, അതിന്റെ പ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മാനസികമാണ്. മനസ്സിനെ അത് അസ്വസ്ഥമാക്കാനായിട്ട് ഇടയാകും. ആശങ്കയും ഭീതിയും ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദവും, സ്വപ്നങ്ങളിൽ പോലും ആ ട്രൗമ അനുഭവം വീണ്ടും വീണ്ടും വരിക. അപ്രകാരം അങ്ങനെ വരുമ്പോൾ ഓർമ്മക്കുറവുണ്ടാകുന്നു, ഒരു കാര്യത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രൗമയുടെ സ്വാധീനം ഉണ്ടാകുന്ന ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് മനസ്സാണ് അല്ലെ? മെന്റൽ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബോറടിക്കുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, ഇച്ചിരി ടഫായിട്ടുള്ള ഭാഗമാണ് പ്രാക്ടീസ് കൗൺസിലിംഗ്. യെസ് സാർ, ഇപ്പൊ പറഞ്ഞത് ട്രോമയുടെ ലക്ഷണങ്ങളാണോ അതോ? ട്രൗമ അതെ, ഉണ്ടാകുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അത് ഒന്നാമതായിട്ട് ബാധിക്കുന്നത് മനസ്സിനെയാണ്. മാനസികമായിട്ടുള്ള
അതാ പറഞ്ഞിരുന്നു. ഓക്കെ. ഓക്കെ. അപ്പോൾ അത് ട്രോമയുടെ സ്വാധീനം, യെസ്, ട്രോമയുടെ സ്വാധീനം അത് ബാധിക്കുന്ന പ്രധാന മേഖലകൾ ഒന്ന് മനസ്സാണ്, മാനസികമാണ്. അത് മനസ്സിലുണ്ടാകുന്ന ആശങ്ക, എന്തുവാ, ഡിപ്രഷൻ, വിഷാദം. അത് ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ, സ്വപ്നങ്ങളിൽ പോലും, കണ്ണടയ്ക്കുമ്പോൾ പോലും ആ കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് പോലെ വന്നുകൊണ്ടിരിക്കും, അല്ലെ? രണ്ടാമതായി ബാധിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഭൗതികമാണ്. അത് ഫിസിക്കൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളാണ്. തലവേദന ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, ദേഹവേദനകൾ, ഉറക്കക്കേടുകൾ, ക്ഷീണം, അസ്വസ്ഥത ഒക്കെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ശാരീരിക ഘടനയ്ക്ക് അത് മനസ്സിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം, അല്ലേ? മനസ്സ് തകർന്നാൽ, അല്ലെങ്കിൽ തളർന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും താല്പര്യമില്ലായ്മ ഉണ്ടാകുന്നു, അല്ലെ? ഉറക്കം വരുന്നില്ല, ഭക്ഷണത്തോട് വെറുപ്പുണ്ടാകുന്നു, മറ്റുള്ളവരോട് എന്തുവാ ഇടപെടുന്നതിൽ ഒറ്റയ്ക്കിരിക്കാനായിട്ടുള്ള ആഗ്രഹം, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്ത് തന്നെ മുന്നിലുണ്ടെങ്കിലും നമുക്ക് അതിനോട് ഒരു താല്പര്യവും ഇല്ലായ്മ ഉണ്ടാകുന്നു. അങ്ങനെ ശാരീരിക അസ്വസ്ഥതകൾ, തലവേദന ഉണ്ടാകുന്നു, മറ്റ് ദേഹാസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, അങ്ങനെ ഉറക്കക്കുറവ്, ഭക്ഷണം കഴിക്കാതെ വരുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം അസ്വസ്ഥമായി ക്ഷീണിക്കാനായിട്ട് ഇടയാകും. അപ്പോൾ ഒന്ന്, മനസ്സിനെ അത് ബാധിക്കും. രണ്ട്, ശാരീരിക ആരോഗ്യത്തെ ബാധിക്കും. മൂന്ന്, അത് നമ്മുടെ പെരുമാറ്റത്തിലും വൈകല്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ദേഷ്യമുണ്ടാകുന്നു, അക്രമ സ്വഭാവം നാം അറിയാതെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോകൽ, പിന്നെ അതിനെ അതിജീവിക്കാനായിട്ട് ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, മയക്കുമരുന്നുകൾ എന്നിവ ഉപയോഗിക്കാനായിട്ടുള്ള, ആക്ച്വലി അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതല്ല, ഇതിനെല്ലാം അതിജീവിക്കാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് ഉള്ള ഒരു സൊല്യൂഷനായിട്ട്, ഒരു വെല്ലുവിളിയായിട്ട് തുടങ്ങുന്നതാണ്. അത് പിന്നെ ഒരു അഡിക്ഷനിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പിന്നെ നാലാമതായിട്ട് ബാധിക്കുന്ന മേഖലയാണ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ. അത് വിള്ളലുകൾ ഉണ്ടാക്കും. അടുപ്പമുള്ള ബന്ധങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകും. പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. സാമൂഹികമായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹവുമായിട്ടുള്ള ഒരു പിന്മാറ്റം, ഒളിച്ചോട്ടം. അപ്പോൾ ഒന്ന്, മാനസികമായിട്ട് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. രണ്ട്, അത് ശാരീരികമായിട്ടുള്ള ഘടനയെ ബാധിക്കുന്നു. മൂന്ന്, നമ്മുടെ പെരുമാറ്റത്തെ അത് ദോഷകരമായിട്ട്. നാല്, റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിൽ ഉള്ള വിള്ളലുകൾ. അത് ഭാര്യ-ഭർതൃ ബന്ധം, അപ്പോൾ തന്നെ ഫാമിലി അറ്റ്മോസ്ഫിയർ തകർക്കുന്നു. സാമൂഹികമായിട്ടുള്ള നിന്ന് ഒരു ഒറ്റപ്പെടൽ ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഭർത്താവ് എന്താ പറയുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, അല്ലെ? അപ്പോ ഏതൊരു മനഃശാസ്ത്രത്തിനും കഴിയാത്ത കാര്യങ്ങൾ ദൈവത്താൽ സാധ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രോമ അവരെ എങ്ങനെ അത് സ്വാധീനിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പഠന ഭാഗങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ശ്രദ്ധക്കുറവുണ്ടാകുന്നു, അമിത ഭയം ഉണ്ടാകുന്നു, ശരീരത്തിൽ തളർച്ച അനുഭവിക്കുന്നു, പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ, കഠിനതയോ അപ്രതീക്ഷിതമായിട്ടുള്ള എതിർപ്പോ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനും പരിഹാര മാർഗങ്ങളുണ്ട്. ട്രോമയെ അതിജീവിക്കാനായി സഹായിക്കുന്ന മാർഗങ്ങൾ. ട്രോമയെ
അതിജീവിക്കാനായി സഹായകമായ മാർഗങ്ങൾ. ഒന്ന്, മനോരോഗ വിദഗ്ധന്റെ സഹായം നേടുക, സൈക്കാട്രിസ്റ്റിനെ, അല്ലെ? അപ്പം ഈ അഗാധമായിട്ടുള്ള കാര്യം എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് നോർമൽ ആയിട്ടുള്ള കാര്യം കൗൺസിലിങ്ങിലൂടെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അപ്പോൾ അഗാധമായിട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ളവരെ മനോരോഗ വിദഗ്ധന്റെ സഹായം നേടുക. ഇനി ട്രോമ ഇൻഫോംഡ് കെയർ ഉപയോഗിക്കുക. അത്തരത്തിൽ പരിശീലനം ലഭിച്ച വ്യക്തികളെയോ സ്ഥാപനങ്ങളുടെയോ സഹായം നമുക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയും. സുരക്ഷിതമായ ബന്ധങ്ങൾ നിർമ്മിക്കുക. ഒന്ന്, മനോരോഗ വിദഗ്ധന്റെ സഹായം നേടുക. രണ്ട്, ട്രോമ ഇൻഫോംഡ് കെയർ ബന്ധം ഉപയോഗിക്കുക. അല്ലെങ്കിൽ മൂന്നാമത്തത് സുരക്ഷിതമായ ബന്ധങ്ങൾ നിർമ്മിക്കുക. നാല്, മനഃശാന്തിക്ക് അനുകൂലമായ പ്രവൃത്തികൾ. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ ആയിരിക്കാം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിലൂടെ അവർക്ക് ചിലപ്പോൾ എന്തുവാ സുരക്ഷിതമായ അല്ലെങ്കിൽ മനഃശാന്തി അല്ലെങ്കിൽ ഒരു സമാധാനം ലഭിക്കാനായിട്ട് ഇടയാകും. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ, മ്യൂസിക്കുകൾ കേൾക്കുന്നതും അത് പ്ലേ ചെയ്യുന്നതും. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ശാന്തമായ വിജനമായ സ്ഥലങ്ങളിൽ പോകുന്നതും ഒക്കെ അവർക്ക് ഓരോരുത്തർക്കും മനഃശാന്തിക്ക് ഉതകുന്നതായ രീതിയിലുള്ള കാര്യങ്ങൾ, സമീപനങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഇനി ഈ ട്രോമ എന്ന് പറയുമ്പോൾ അഗാധം ഒരു ക്രിസ്തീയ വീക്ഷണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തോടുള്ള വിശ്വാസം, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിലൂടെ ട്രോമയുടെ മാനസിക ആത്മീയ ഭാരം കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ ട്രോമ ഇൻഫോംഡ് അല്ലെങ്കിൽ ട്രോമ ഒരു ക്രിസ്തീയ വീക്ഷണം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം, ദൈവത്തോടുള്ള പ്രാർത്ഥന, പിന്നെ കൂട്ടായ്മ, പരസ്പരം പ്രയാസങ്ങൾ തുറന്നു പറയുന്നതിലൂടെ പരസ്പരം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരു മോചനം നേടാനായിട്ട് കഴിയും. അപ്പോ ഈ ട്രോമ അനുഭവം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള വ്യക്തികളുമായിട്ട് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കാനായിട്ട് അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവുകൾ സംഭവിക്കാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ട്രോമയുടെ സ്വാധീനം ശരീരത്തിനും മനസ്സിനും ശരീരത്തിനും പെരുമാറ്റത്തിനും ബന്ധങ്ങൾക്കും പോലും അത് വിള്ളൽ സംഭവിക്കാനായിട്ടുള്ള കാരണം. അതിനാൽ അതിനെ മനസ്സിലാക്കി ആ രോഗത്തിന്റെ അല്ലെങ്കിൽ ആ വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി പ്രൊഫഷണൽ സഹായം തുടങ്ങിയവ ഏറെ നിർണായകമാണ് ഈ സാഹചര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രോമയുടെ അല്ലെങ്കിൽ ട്രോമ ഇൻഫോംഡ് കെയർ എന്നുള്ളത് കൊണ്ടും ഒക്കെ നമ്മൾ പഠിച്ചത്. ഇതിലേതെങ്കിലും കാര്യങ്ങൾ സംശയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ആയിട്ടുള്ള യെസ്, ഒരു കുട്ടിക്ക് ഇപ്പോ ഭയമുണ്ടെന്ന് മനസ്സിലായാൽ നമ്മൾ ഉടനെ ആ കുട്ടിയെ ഒരു കൗൺസിലറിനെ കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്ക് അതിനെ സമീപിക്കണോ? അതായത് ആ കുട്ടിക്ക് ഒരു ട്രോമ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, ഓക്കെ, പക്ഷെ ആ കുട്ടിക്ക് ഭയമുണ്ട്. അപ്പൊ എൻ്റെ ഒരു കസിൻ, ഒരു കുട്ടി ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കുകയില്ല. ഓക്കെ. അപ്പോ അതിനുള്ള
കാരണം നമുക്ക് ആ കുട്ടിയോട് ചോദിക്കാം, ആക്ച്വലി എന്താ നിനക്ക് ആ, അങ്ങനെ ഇരുട്ടത്ത് പോകാനായിട്ട് എന്താ ഭയക്കുന്നതെന്ന് ചോദിക്കാം. ഇരുട്ടിനെയാണോ, അല്ലെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ പോവുക കുട്ടി, അല്ലെങ്കിൽ ഇരുട്ടിൽ പോകാനാണോ ബുദ്ധിമുട്ട്? ഇല്ല, പകലും പേടിയാണ്. ആള് വേണം. ഏഹ് പകൽ സമയത്തും വെളിച്ചമുണ്ടെങ്കിൽ പേടിയാണ്. ആള് വേണം. ആണോ? അപ്പൊ ഈ കുട്ടിക്ക് എത്ര പ്രായം ഉണ്ടാവും ഇപ്പോ? ഒരു 10 വയസ്സൊക്കെ ഉണ്ട്. 10 വയസ്സ്. ഓക്കെ. നോർമലായിട്ട് കുഞ്ഞുങ്ങൾക്ക് അവര് പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോ ഇവര് കാണുന്ന ചിലപ്പോ കാർട്ടൂണോ, ഉം, ഇപ്പം കാണുന്നതല്ല, നേരത്തെ അവരുടെ ഇച്ചിരൂടെ കുഞ്ഞിലെ കണ്ടിട്ടുള്ള കാർട്ടൂണോ അല്ലെങ്കിൽ ടിവിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചറോ അവർക്കത് ഭയാനകമായിട്ട് മനസ്സിൽ കാണും. ഉം. അത് അവരുടെ തോന്നലാണ്. ഇരുട്ടത്തിൽ അവിടെ നിൽക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടായിരിക്കണം. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ കുഞ്ഞിനോട് കാഷ്വലായിട്ട് ചോദിക്കാം നമുക്ക്. ഇപ്പോൾ ആന്റി എന്ന നിലയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയ അടുത്ത ബന്ധു എന്ന നിലയിലോ ചോദിക്കാം, എന്താണ് ഭയക്കുന്നതിന്റെ കാരണം എന്ന് ചോദിക്കാം. അപ്പൊ അറിയത്തില്ല എന്ന് കുഞ്ഞ് പറയുകയാണെങ്കിൽ, ആ എന്ന് മുതലാ നിനക്ക് ഇങ്ങനെ ഒരു ഭയം തോന്നിയത്? ഉം? ഓർമ്മ വെച്ച നാൾ മുതൽ അങ്ങനെ ഉണ്ടോ? അപ്പോ ആ പാസ്റ്റ് കുഞ്ഞിന്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകാനായിട്ട് അവരെ കൊണ്ട് പറയിക്കുക. അപ്പോൾ അവർ ചിന്തിക്കും, എന്തിനാ ഞാൻ ഭയക്കുന്നത്, എന്തായിരിക്കും കാരണം എന്ന് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാരണമായിരിക്കാം എന്നാണ് എന്റെ ചിന്ത. അല്ലാതെ എത്രയും കുഞ്ഞിന് അത്രയും പേടിക്കാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും. പിന്നെ ചില അപ്പോ പ്രായമായവരില്ലേ, അവർക്ക് എല്ലാത്തിനും ഒരു പേടിയില്ലേ? ചിലരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് അവര് പക്ഷെ ആ ഒരു പ്രായമാകുന്നത് വരെ അങ്ങനെ ഒരു ഭയം അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രായം അതിനുശേഷം പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എത്ര പ്രായമായിരിക്കും? ഞാൻ 70 വയസ്സിന് മനസ്സിലാക്കാം. 70 വയസ്സിന് മുകളിലുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ വെരി ഗുഡ്. അവര് അതിന് മുമ്പുള്ള ലൈഫിൽ നല്ല ധൈര്യമൊക്കെ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ വാതിലടയ്ക്കാൻ പേടി, എല്ലാത്തിനും അങ്ങനെ. അത് എന്തുകൊണ്ടായിരിക്കാം? അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു ഓക്കെ, ട്രോമയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, അതൊരിക്കലും ട്രോമ അല്ല. അത് ആക്ച്വലി ആ പ്രായത്തിലുണ്ടാകുന്ന ഒരു അനുഭവമാണ്. ആക്ച്വലി ലൈഫ് സർക്കിളാണ്. ഇതൊരു സർക്കിളാണ്. നമ്മൾ വീണ്ടും പ്രായമാകുമ്പോഴേക്കും വീണ്ടും കുട്ടിത്വത്തിലേക്ക് വരികയാണ്. അവരുടെ മനസ്സ് വളരെ ലോലമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അവരുടെ തിരിക്കണമെന്ന ഒരു ചിന്തയുണ്ട്. ചിലപ്പോൾ അല്പം ഒന്ന് അവരെ വിട്ട് മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ബന്ധുക്കൾ വരുമ്പോൾ, ഞാനിപ്പോ ഒറ്റയ്ക്കാണ്, എൻ്റെ അടുത്ത് ആരുമില്ല, ആരും സംസാരിക്കുന്നില്ല, അവർ മാത്രം കൂട്ടത്തിരുന്ന് സംസാരിക്കും എന്ന് പറയും. ചിലപ്പോ ഒരിക്കലായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ അല്പസമയം മാറിയിരിക്കുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു തോന്നൽ പ്രായമുള്ളവർ വീണ്ടും അവരുടെ ആ മനസ്സ് ലോലമാകുന്നത് കൊണ്ടാണ്. അത് ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് 70 വയസ്സുള്ള ഒരാളെ ഒന്നും കൗൺസിലിംഗ് കൊണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ആ പ്രായത്തിന്റെ ആ രീതിയിൽ വരുന്നതാണ്. വീണ്ടും കുട്ടിത്വത്തിലേക്ക് അവര് വരികയാണ്, പ്രായത്തിൻ്റെതായിട്ടുള്ള വൈകല്യം. ഓക്കെ. സാറേ, നമ്മളിപ്പം പഠിക്കുന്നത് ക്രിസ്തീയമായിട്ടല്ലേ നമ്മൾ ഒരു കൗൺസിലിങ്ങിനെ പഠിക്കുന്നേ? ക്രിസ്തീയ വീക്ഷണം, അതെ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഒരു ട്രോമയൊക്കെ വന്ന ഒരാളെ നമ്മൾ എങ്ങനെ ആത്മീയമായിട്ട് നമ്മൾ എങ്ങനെയാ കൗൺസിൽ ചെയ്യുന്നത്? ആക്ച്വലി ഏതൊരു കൗൺസിലിങ്ങിനും നമ്മൾ ഏതൊരു വ്യക്തിക്കും ഒരു പ്രയാസമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സ്പിരിച്വലൈസ് ചെയ്താൽ അവർക്ക്, നമ്മൾ ആദ്യമേ പറഞ്ഞ ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അല്ലെ. ആദ്യമേ അവർ അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരോട് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവരോട് കാഷ്വലായിട്ട് സംസാരിക്കുക, ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചിട്ട് അവരോട് തന്നെ കാര്യങ്ങൾ പറയുക. വരുന്ന പ്രശ്നത്തെ നമ്മൾ ഫോക്കസ് ചെയ്യാതെ ആ വ്യക്തിയെ നമ്മൾ വില കൊടുത്തിട്ട് ആ വ്യക്തിക്ക് പ്രാധാന്യത കൊടുത്ത് വ്യക്തിയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ബൈബിളിൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. 91 സങ്കീർത്തനം തന്നെ ഉണ്ട്, നിന്റെ വശത്ത് 1000 പേരും വലതുവശം 10,000 പേരും വീഴാതെ നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരെ വകച്ചുകൊള്ളു അല്ലെ. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ഒത്തിരി ബൈബിൾ വാക്യമാണ്. ഒരു പക്ഷെ അതൊക്കെ വായിച്ചിട്ടായിരിക്കും അവരും കിടന്നുറങ്ങുന്നത്. അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോ
പിന്നെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്ന, ഒരു സൈന്യം തന്നെ എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ നിർഭയമായി വസിക്കും, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുമെന്നാ പറയുന്നത് അല്ലേ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അപ്പോൾ ഇതെല്ലാം വചനമൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇതൊക്കെ ഫലവത്താകണമെങ്കിൽ അവരെ കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ അല്ലേ, ഓരോ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല കാരണങ്ങളുണ്ട്, സോളിഡ് റീസൺ ഉണ്ടാകും. ആ റീസൺ എന്താണെന്ന് അവർക്കറിയാത്തത് കൊണ്ടാണ് മറ്റൊരാളുടെ സഹായം തേടുന്നത് അല്ലേ. അപ്പൊ അത് എന്താണെന്ന് നമ്മൾ ഒന്നുകിൽ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരോട് കുറെ നാൾ സംസാരിക്കുമ്പോൾ അവര് തന്നെ മനസ്സ് തുറക്കും. ഞാന് ആന്റിയോട് അല്ലെങ്കിൽ അമ്മാമ്മയോട് ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമോ ഒരു ഫീലിംഗ് എനിക്കുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമയായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് തുറന്നു പറയാനായിട്ട് ഒരു ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയുമ്പോൾ ഇതെല്ലാം അങ്ങ് പോകും. ഒരു വ്യക്തിയെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പം ദൈവത്തോട് അങ്ങനെ ദൈവത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പം അങ്ങനെ വരുമ്പോൾ അവർ ദേഷ്യം കാണിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴോ അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ കൗൺസിൽ ചെയ്ത് വരുമ്പം അവർ നമ്മളോട് പറയുക, അങ്ങനെയുള്ള ആത്മീയമായ രീതിയിൽ ഉള്ള പറയുമ്പം ദേഷ്യം കാണിച്ചാൽ നമ്മൾ അത് എന്ത് ചെയ്യുമെന്ന്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നമ്മൾ സ്പിരിച്വലൈസ് ചെയ്യരുതെന്നാ ഞാൻ ആദ്യമേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു പാസ്റ്റർ അടുത്ത് പോയാൽ മതിയല്ലോ. പാസ്റ്റർ പറയാം ഞാൻ പ്രാർത്ഥിച്ചോളാം, ബൈബിൾ വായിക്കും പറയും, ഒന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടും അല്ലേ. ഒരു കൗൺസിലറിന്റെ അടുത്ത് വരുന്നത് അവര് ബൈബിളിലെ ഉപദേശം കേൾക്കാനല്ല, അവരെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, സൗഹൃദം സ്ഥാപിക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പ്രശ്നം നമ്മൾ വലുതായിട്ട് കാണരുത്. ഒരു വ്യക്തി ദൈവത്തിന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വരികയാണ്. അപ്പൊ ആ വ്യക്തിക്ക് പ്രാധാന്യത കൊടുക്കണം അല്ലെ. പ്രശ്നത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പ്രശ്നത്തിന് പ്രാധാന്യത കൊടുക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം പെട്ടെന്ന് സോൾവ് ആകണമെന്ന് നമുക്ക് ടെൻഷൻ കയറിയിട്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുകയും നമുക്കറിയാവുന്ന സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് പതിയെ മതി, സൊല്യൂഷൻ പതിയെ മതി. അവർക്ക് ഇച്ചിരി നമ്മളോട് സംസാരിക്കണം, അവരെ ഒന്ന് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകണം. ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മളോട് പറയും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവര് ദൈവവാക്യം വിശ്വാസം നഷ്ടപ്പെടാതെ അവരെ കീപ്പ് ചെയ്ത് നിർത്തി തുടങ്ങണം. അതെ അതെ. പിന്നെ അവർ ആ ഒരു വിശ്വാസം ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തു പറഞ്ഞാലും അവര് നോ പറയത്തില്ല, അതിൽ അവര് വിശ്വസിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ബൈബിൾ വാക്യം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത് കേൾക്കും എന്നുള്ളതാണ്. അതാണ് അത്. ഇപ്പൊ ഒരാളുടെ ഇവാഞ്ചലിസം സുവിശേഷം പറയാൻ ചെന്നാലും അവരുടെ വിശ്വാസത്തെ നമ്മൾ തിരസ്കരിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഓടിക്കും അല്ലേ. നമ്മൾ അവരെ സ്നേഹിച്ച് ട്രോമ അനുഭവിച്ച ഒരാൾക്കല്ലേ അങ്ങനെ വരുമ്പോ ആ വിശ്വാസം നഷ്ടപ്പെടുന്നത് നമ്മളുടെ അങ്ങനെ വരുന്ന ക്ലയന്റിനല്ലേ. അല്ലാതെയും വരാം. ഇപ്പൊ ഒരു കേസ് പറഞ്ഞില്ലേ, ഇപ്പൊ സിസ്റ്റർ പറഞ്ഞില്ലേ, ആ കുട്ടിക്ക് ഭയമാണ്. അപ്പോ ആ കുട്ടിക്ക് കൗൺസിലിങ്ങിന് പോകണം എന്നൊരു ചിന്തയില്ല. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഈ കുഞ്ഞിനെ ഒന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ കൊള്ളായിരുന്നു എന്ന ചിന്ത വരും. അപ്പോ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ്. ഒരിക്കലും ക്ലയന്റിന്റെ ഇഷ്ടത്തോടുകൂടെ അല്ല കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ മനസ്സ് തുറക്കത്തില്ല. അതൊരു ട്രൗമ വേണമെന്നില്ല അല്ലേ. നമുക്ക് എനിക്കിപ്പം റിസോൾവ് ആകണമെന്ന ചിന്തയോടെ പോയെങ്കിലേ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടുകയുള്ളൂ. അതിപ്പോ ഏത് കാര്യമാണ്. ഇപ്പൊ ഡോക്ടറെ കാണാൻ രോഗിയായിട്ട് കിടക്കുന്ന ഒരു വ്യക്തി, ആ രോഗിക്ക് കുഴപ്പമില്ല, അവർ 2 ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാറും. പക്ഷെ നമ്മൾ ഇത് കണ്ടിരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഇവരെ പൊക്കിയെടുത്തോണ്ടങ്ങ് പോകും അല്ലേ. പക്ഷെ ഇവരിൽ മനസ്സോടെ ഡോക്ടറെ അടുത്ത് അവർ ചോദിക്കുന്ന കാര്യത്തിന് തർക്കുത്തരം പറയുമായിരിക്കും. ചിലപ്പോൾ കൊടുക്കുന്ന മെഡിസിൻ നമ്മൾ കാണാതെ എടുത്ത് കളയും. പ്രയോജനം എന്തുവാ അല്ലേ. അതുപോലെ അപ്പൊ കൗൺസിലിങ്ങിനും
അതിനേക്കാൾ അപ്പുറമാണ് മനസ്സോടുകൂടെ അല്ലെങ്കിൽ സ്വയം വില്ലിങ്ങോടുകൂടെ പോയെങ്കിൽ മാത്രമേ അതിനൊരു ഫലവത്തുണ്ടാകൂ എന്നുള്ളത്. അതിനൊരു ട്രൗമ ഇല്ലെങ്കിലും നിർബന്ധത്താൽ വന്ന ഒരു വ്യക്തി, റിലക്റ്റന്റ് ആയിട്ടുള്ള വ്യക്തികൾ കാണാം സംസാരിക്കാൻ. പിന്നെ ഒരു കാര്യം, പല തരത്തിലുള്ള ആൾക്കാർ വരുമല്ലോ, അപ്പം നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇത് ട്രോമ കൊണ്ടുള്ളതാണോ? അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എങ്ങനെ അറിയും? പല ഓക്കെ, ശരിയാ. അപ്പൊ നമുക്കറിയാനുള്ള ഒരു ജിജ്ഞാസ വരുന്നത് നമുക്ക് ആശങ്ക ഉള്ളത് കൊണ്ടാണ്. കൗൺസിലറിന് ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അയ്യോ എന്ത് വിഷയമായിരിക്കും എന്നുള്ള ആ ഒരു ആശങ്ക ആദ്യമേ കൗൺസിലറിന് വേണ്ട. അതാ ഞാൻ പറഞ്ഞ് നമുക്ക് വ്യക്തിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോ ഈ അവരനുഭവിക്കുന്ന പ്രയാസം അവർക്ക് സോൾവ് ആകണമെന്ന് ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് തന്നെ എനിക്ക് ഇന്ന വിഷയമുണ്ട്, പക്ഷെ അതിനെനിക്ക് എന്നോട് പല ഈ മദ്യപിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഒന്ന് മദ്യപാനമൊക്കെ നിർത്തണം, ആരോഗ്യത്തെ നിനക്ക് ദോഷകരമായി ബാധിക്കും. പക്ഷെ കുടിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നില്ല, പുള്ളിയെ ചിന്തിക്കുന്നില്ല അല്ലെ. പക്ഷെ ഞാനത് പറയുകയാണ് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. എനിക്കാണ് വിഷമം അല്ലെ പുള്ളി കുടിക്കുന്നതിൽ, പുള്ളിയുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ. അപ്പൊ ചിലര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ചിലർ, നിങ്ങൾക്ക് അങ്ങനെ നിർത്തണമെന്നൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സംസാരിക്കാം എന്ന് പറയുമ്പോൾ പതുക്കെ എസ്കേപ്പ് ആവും. ഓ വേണ്ട എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പോ അപ്പോ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ നമുക്കറിയാം അത് ട്രൗമ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ഈ മാനസികമായിട്ട് അവരെ ബാധിച്ചിരിക്കും. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ചിലപ്പോൾ രോഗലക്ഷണമൊന്നും കാണത്തില്ല. ഈ ടെൻഷൻ കൊണ്ട് തലവേദന, മറ്റ് പ്രശ്നങ്ങൾ അല്ലെ, ഉറക്കക്കുറവ്, ഒന്നും താല്പര്യമില്ലായ്മ, അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മളിപ്പോ ഭയമുള്ളവര് എന്ന് പറഞ്ഞല്ലോ, ചിലർക്ക് ലിഫ്റ്റിൽ കയറാൻ പേടിയുണ്ട്, ചിലർക്ക് ഇങ്ങനെ അങ്ങനെ വെള്ളമുള്ള സ്ഥലം പേടി. അപ്പൊ ഇവരുടെയൊക്കെ 1-2 പ്രാവശ്യം സംസാരിച്ചത് കൊണ്ട് അവരുടെ ആ ഭയം മാറും? അതേ കുറച്ച് സമയം എടുക്കണ്ടേ അതിന്? സമയമെടുക്കും. ഇത് ഒരു സെഷൻ കൊണ്ട് ഒരിക്കലും മാറത്തില്ല. പ്രത്യേകിച്ച് ട്രൗമ പോലുള്ള കേസ് അത് ഒത്തിരി നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുന്നത് 40-50 മിനിറ്റ് ആണ്. അപ്പോൾ ആ ഒരു ആദ്യത്തെ 40 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ സൗഹൃദം സ്ഥാപിക്കാനായിട്ടുള്ള സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ. അപ്പോ അത് ആ വ്യക്തിയെ ഡിപ്പെൻഡ്സ് അപ്പോൺ ചെയ്തായിരിക്കും നമ്മൾ എത്രത്തോളം ആ വ്യക്തി. അപ്പൊ അവരുടെ ആദ്യം നമ്മൾ അവരുടെ മനസ്സിനെയാണോ സ്വാധീനിച്ചെടുക്കേണ്ടത്? സ്വാധീനിച്ച് എടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവരുമായിട്ട് നിങ്ങളുടെ വിഷയത്തിന് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുക്കലാണ് വന്നിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് കിട്ടിക്കഴിയണം. അതെ, കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഒരു സെഷനിൽ തന്നെ, ആദ്യത്തെ സെഷനിൽ തന്നെ ആ വിശ്വാസം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ സെഷനിൽ തന്നെ അവർ പറയും. എന്നിട്ട് അവർ തന്നെ പറയും, എനിക്കിതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടിയതായിട്ട് ഞാൻ അത് ചിന്തിക്കുകയാണ്, ഇന്ന കാരണങ്ങളായിരിക്കാം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ എങ്കിൽ പോലും നമ്മൾ വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. ഓക്കെ, ചിലപ്പോ അത് ഒത്തിരി സമയം എടുക്കും. അതെ, ഓക്കെ. മറ്റെന്തെങ്കിലും? എനിക്ക് ഒരു അനുഭവം ഉണ്ട്. എൻ്റെ പപ്പ കടുത്ത മദ്യപാനിയായിരുന്നു. ഞങ്ങളുടെ ശൈശവം, ബാല്യം, കൗമാരം എല്ലാം ഭയങ്കര പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതാണ്. അപ്പൊ എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ എൻ്റെ അനിയത്തിയെയും കൊല്ലും എന്ന് പറയും. ഒരു പാരസെറ്റമോൾ എന്തെങ്കിലും കാണിച്ചിട്ട് സയനൈഡാന്ന് പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിക്കും. ഇത് നിങ്ങളുടെ നാക്കിൽ തൊട്ടാൽ നിങ്ങൾ മരിക്കും. അപ്പൊ എപ്പോഴും രാത്രിയാണ് പ്രശ്നം ഉണ്ടാക്കുക കുടിച്ചിട്ട് വന്നിട്ട്. അപ്പൊ രാവിലെ 6 മണിയാവുമ്പോൾ കൊല്ലും എന്ന് പറയും. അപ്പോ അത് കഴിഞ്ഞ് പപ്പ കിടന്നുറങ്ങും. ഞങ്ങള് 6 മണി ആയോന്ന് ഓർത്തിട്ട് പേടിച്ചിട്ട് ഈ ക്ലോക്കിന്റെ സൗണ്ട് ടൈമായോ എന്ന് ഓർത്ത് പേടിയായിരുന്നു.
അപ്പൊ കുറെ വർഷങ്ങള് അങ്ങനെ കുറെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അങ്ങനെയൊന്നും പറയില്ലെങ്കിലും എനിക്കൊരു പ്രായം വരെ നമ്മൾ ഉറങ്ങി നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ക്ലോക്കിന്റെ സൗണ്ട് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ ടിക് 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 സൗണ്ട് എനിക്ക് പെട്ടെന്ന് എനിക്ക് ടെൻഷൻ കയറി വരും. പക്ഷെ എനിക്ക് അന്നേരം അത് ഇതുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അന്നേരം ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ക്ലോക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്റെ ശരീരം വിറയ്ക്കായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഇന്നർ ഹീലിംഗിന്റെ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുമായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൂടെ എല്ലാം ഇങ്ങനെ കേൾക്കുന്ന ഒരു സമയത്ത് എനിക്കിത് മനസ്സിലായി. പക്ഷെ അത് എപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പോഴത് ഓർക്കുന്നത് തന്നെ. ക്ലോക്കിന്റെ സൗണ്ട് ഒന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ കുറെ വർഷങ്ങൾ എടുത്തു ഞാൻ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അതുപോലെ എനിക്ക് ആണുങ്ങളായിട്ടുള്ള അധ്യാപകരെ ഭയമായിരുന്നു. അവര് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ആൻസർ വ്യക്തമായി അറിയെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് അടി വാങ്ങിക്കും. അപ്പൊ എനിക്ക് അറിയാവുന്ന ആൻസറിന് അടി കിട്ടിയില്ല എന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷമാണ്. അവര് ചോദിച്ചാൽ പറയില്ല, അതേ ചോദ്യങ്ങൾ എക്സാമിന് എഴുതിയിട്ട് മാർക്ക് വാങ്ങിക്കും. എനിക്ക് എന്റെ പപ്പയെ ഭയമുള്ളതുപോലെ ആണുങ്ങളെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പൊ അതിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അത് പെട്ടെന്നായിരുന്നില്ല. എപ്പോഴാണ് അതിൽ നിന്ന് ഞാൻ പുറത്തു വന്നതെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ സാറിനോട് ചോദിക്കണത് എനിക്ക് ആ ഭയം ഇല്ലാത്തതുകൊണ്ടാണ്. അത് എപ്പോഴാണ് എനിക്ക് ഒരു സൗഖ്യം വന്നതെന്ന് അറിയില്ല. പക്ഷെ കുറെ നാളുകൾ അതെന്നെ ഫോളോ ചെയ്തിരുന്നു. ഓക്കെ. അപ്പോ സിസ്റ്റർക്ക് ഇങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ സിസ്റ്റർ അതെ. ഓൾറെഡി റിസോൾവ് ആയിട്ടുണ്ട്. മനസ്സിലായോ? ആ അതുകൊണ്ട് ഓക്കെ. ഇത്തരത്തിലുള്ള അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളവരെ അവരെ കൗൺസിലിംഗ് ചെയ്യാനും അവരെ മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. അപ്പോ അതാണ് ഒരു കൗൺസിലർ നല്ലൊരു കൗൺസിലർ ആയെങ്കിലേ അവർക്ക് നല്ലൊരു കൗൺസിലർ ആകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ പ്രശ്നം നമ്മൾ റിസോൾവ് ചെയ്യാതെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ആ ക്ലയന്റ് പറയുന്ന വിഷയം നമ്മൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ക്ലയന്റ് ചോദിക്കേണ്ടത് എന്താ സാറ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ചിന്തിച്ചോ ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതാ. അപ്പൊ ഒരു കൗൺസിലർ നല്ലൊരു ക്ലയന്റ് ആണ്. എന്തോ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ നമുക്കും വിഷമങ്ങളുണ്ടല്ലേ. പക്ഷെ നമ്മളും അത്രയും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയോട് തുറന്നു പറയും. ഓക്കെ. ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് ബൂസ്റ്റപ്പ് ആണ്. ഓക്കെ. ദൈവം സിസ്റ്റർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് നന്ദി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഇത്തരത്തിൽ അനുഭവ സമ്പത്തായിട്ടുള്ള വ്യക്തികളാണ് എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ. നിങ്ങൾ തീർച്ചയായിട്ടും പറയണം, നിങ്ങൾ ഓപ്പൺ അപ്പ് ആകണം. ഇതും നിങ്ങൾക്കൊരു അവസരമാണ്. ഓക്കെ. നിങ്ങൾക്ക് ഒരു ഹീലിംഗ് നടക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ ക്ലാസ് നമ്മള് റോൾ പ്ലേയും കൂടെയാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡന്റ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണ്. എനിക്കൊന്നും ഇപ്പം പറഞ്ഞ സിസ്റ്റർ പേരെന്തുവാ? ഓക്കെ. ആളുടെ ഫേസ് കാണാൻ പറ്റിയില്ല, പേര് ഇവിടെ വായിച്ചു. രഹന പ്രശാന്ത്. ഓക്കെ. സിസ്റ്റർ വീഡിയോ ഓണാക്കി നമ്മളെല്ലാവരും ഫേസ് കാണാമായിരുന്നു. അത് ഇനി അതിൽ നിന്നും റിസോൾവ് ആകാനായിട്ടൊരു ഞാൻ കുട്ടി എന്റെ കൂടെ ഉള്ളതുകൊണ്ടാ. ഓക്കെ. ചെറിയ കുട്ടിയാണേ. ഓക്കെ. ഓക്കെ. അപ്പൊ കുട്ടീനെയും കൂടെ കാണിക്കാൻ മടിച്ചിട്ടാണ്. ഓക്കെ. എനിവേ, ഗോഡ് ബ്ലസ് യു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഗ്രാജുവേഷൻ സമയത്തിനൊക്കെ ഫേസ് ടു ഫേസ് കാണാം. ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് പഠിക്കാനും ഒക്കെ കഴിയുന്നത് നല്ലതാണ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്, ഒരു 6-7 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ. സാറേ, കുട്ടികളിൽ എന്തെങ്കിലും ട്രോമ ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഏതാണ്? കുട്ടികളിലൊക്കെ എന്തെങ്കിലും ട്രോമ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? കുട്ടികൾ എന്നുദ്ദേശിക്കുമ്പം പ്രായം തീരെ കുഞ്ഞാണോ അതോ അല്ല, നമ്മുടെ കുഞ്ഞുങ്ങള് ലൈക്ക് 10 വയസ്സിനൊക്കെ മേലിലൊക്കെ ഉള്ള കുട്ടികളില് അത് തിരിച്ചറിയാൻ ഈസിയായിട്ട് പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റും. അവരുടെ മുന്നിലത്തെ അവരുടെ പെരുമാറ്റവും ഇപ്പോഴത്തെ പ്രസന്റ് പെരുമാറ്റവും വീക്ഷിച്ചാൽ മതി. അവരെങ്ങനെയായിരുന്നു നമ്മളോടുള്ള പെരുമാറ്റം. പിന്നെ 10-11 വയസ്സാകുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അവര് ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു ട്രാൻസിഷൻ പീരീഡാണ്, ടീനേജിലേക്ക് പോകുന്ന പീരീഡാണ്.
അപ്പോൾ ഒത്തിരി ചേഞ്ചസ് അവർക്ക് വരും. ഫിസിക്കലായിട്ട് വരും. പിന്നെ അവരുടെ ഹോർമോണൽ ആയിട്ട് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകും. പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം 10, 11, 12 വയസ്സ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ഇതാണ് അല്ലേ, മെച്യൂർ ഒക്കെ ആകുന്ന ടൈമാണ്. ആൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇത്തിരി കൂടെ ചിലപ്പോൾ 1 വയസ്സ് കൂടെ അങ്ങോട്ട് പോകും. അപ്പോ അവർക്ക് ഈ അതുവരെ മാതാപിതാക്കളായിരുന്നു അവരുടെ ദൈവം. ഈ പ്രായമാകുമ്പോൾ ഫ്രണ്ട്സാണ് അവർക്കെല്ലാം എല്ലാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവും അല്ലേ. ഇതുവരെ എന്നെ സ്നേഹിച്ച് നമ്മോട് കൂടെ ഇരുന്ന കുഞ്ഞ് ഇപ്പം ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ പോയി. അത് നമ്മുടെ വളർത്തു ദോഷം ഒന്നും കൊണ്ടല്ല, അവരുടെ ലൈഫ് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ അവിടെ പേരൻസ് എന്ന നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവർക്ക് കൂടുതൽ സംരക്ഷണയും ലവും കൊടുക്കുക, സ്നേഹവും കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അവര് തെറ്റ് ചെയ്യുമ്പോഴും നീ തെറ്റ് ചെയ്തെന്ന് ഡയറക്റ്റ് പറയരുത്. നീ ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ശരിയായേനെ എന്ന് പറയണം. ഡയറക്റ്റ് നമ്മൾ പറയുന്നേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ വഴിക്ക് പോക്കോ, എനിക്കറിയാം എന്ന് പറഞ്ഞ് അവരെ പോകും. അതെ. അപ്പോ ഈ ഒരു പീരീഡ് അവര് ശ്രദ്ധിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റ രീതി കണ്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത സെഷൻ ഞാൻ ക്ലാസ് എടുക്കുവാണെങ്കിൽ അഡോളസൻസിനെ കുറിച്ചായിരിക്കും എടുക്കുന്നത്. ഈ കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞിട്ട്, ഈ ക്രൈസിസ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് അടുത്ത് എനിക്കൊന്ന് ഫാമിലി കൗൺസിലിംഗ് മറ്റൊരു മാഡം എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് 1-2 ക്ലാസ് കൂടെ കാണുമായിരിക്കും. ക്രൈസിസ് കൗൺസിലിംഗ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. ഇത് വലിയ ആഴത്തിലുള്ള ഒരു കടൽ പോലുള്ള സബ്ജക്റ്റ് ആണ് ക്രൈസിസ് കൗൺസിലിംഗ്. അതിന്റെ ഉപരിതലം മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. ഓക്കെ, എനിവേ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ജോളി വർഗീസ് ആൻറ്റി പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിച്ച് അന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല ക്ലാസ്സിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട അധ്യാപകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ സാറിനെ കർത്താവ് സഹായിക്കുമാറാകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധി തരുന്നു. ഞങ്ങൾക്ക് കേട്ടതൊക്കെ അധികം ശ്രദ്ധയോട് മനസ്സിലാക്കുവാനും അത് അനേകർ ഹൃദയങ്ങളിലേക്ക് ചെല്ലുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ കോളേജിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ക്ലാസ്സുകളും ദൈവസന്നിധി തരുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഓക്കെ.